ഈ വരുന്ന +2 എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സുവോളജി സബ്ജക്റ്റിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടിപ്സും മുൻവർഷ ചോദ്യ പേപ്പറുകളെയും ഫോക്കസ് ഏരിയയും ആസ്പദമാക്കി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പാറ്റേൺസും കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നു. വേദാന്ത ക്വിക്ക് റിവിഷൻ ക്യാപ്സ്യൂൾ സുവോളജി പാർട്ട് 2. ഇന്ന് 2 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, molecular basis of inheritance. First chapter, principles of inheritance and variation. You have to study the Mendel's experiment with garden pea plant Pisum sativum, 7 pairs of contrasting traits or characters in pea plant studied by Mendel and the terms and conditions related to it. For example, genotype, phenotype, allele, etc. Based on his hybridization experiment, Mendel proposes laws of inheritance. They are law of dominance, law of segregation, and law of independent assortment. Inheritance of one gene means monohybrid cross. Monohybrid cross തന്നിട്ട് ABC സബ് ക്വസ്റ്റ്യൻ ആയി ചോദ്യം പ്രതീക്ഷിക്കാം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ഏരിയയാണ്. മോണോഹൈബ്രിഡ് ക്രോസ് ചെയ്യാനും അതിൻ്റെ ജീനോടൈപ്പ് ആൻഡ് ഫിനോടൈപ്പിക് റേഷ്യോ ഉൾപ്പെടെ വ്യക്തമായി പഠിക്കുക. ഒരു ജനറ്റിക് പ്രോബ്ലം ആയോ മോണോഹൈബ്രിഡ് ക്രോസുമായി ബന്ധപ്പെട്ട് ABC സബ് ക്വസ്റ്റ്യൻസ് ആയോ പോസിബിൾ ഗാമീറ്റ്സിനെ കണ്ടെത്താനോ റൈറ്റ് ദ ജീനോടൈപ്പ് ആൻഡ് ഫിനോടൈപ്പ് ഓഫ് F1 ജനറേഷൻ അല്ലെങ്കിൽ മോണോഹൈബ്രിഡ് റേഷ്യോ എന്നിവയെ ബന്ധപ്പെടുത്തി ആവും ചോദ്യങ്ങൾ. അതർ ഇൻഹെറിറ്റൻസ് ആർ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ് ആൻഡ് മൾട്ടിപ്പിൾ അലീൽസ്. യു ഹാവ് ടു സ്റ്റഡി with its example, genetic cross, phenotypic and genotypic ratio. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് കമൻറ്റ് ഓൺ ഇറ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ജനറ്റിക് പ്രോബ്ലം ABC സബ് ക്വസ്റ്റ്യൻ ആയോ ചോദ്യം പ്രതീക്ഷിക്കാം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ഏരിയയാണ്. Chromosomal theory of inheritance. Here you have to study the difference between chromosome and gene and why T.H. Morgan used Drosophila as an experimental material for his studies in genetics. 2 മാർക്കിന് ചോദിക്കാറുണ്ട്. Then sex determination in humans. Sex determination pattern in human is XXXY type. XX is a female child and XY is a male child. ജനറ്റിക് ക്രോസ് കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ജനറ്റിക് ക്രോസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ പാരൻറ്റ് ക്രോമസോം കണ്ടീഷൻ, ഗാമീറ്റ്സ് എന്നിവ വിവിധ രീതിയിൽ എഴുതാവുന്നതാണ്. ഓരോ രീതിയും വ്യക്തമായി പഠിക്കുക. ഗാമീറ്റ്സ് എഴുതുമ്പോഴും ഇവ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് കമൻറ്റ് ഓൺ ഇറ്റ് എന്ന രീതിയിലും ചോദ്യം പ്രതീക്ഷിക്കാം. ഫോർ എക്സാമ്പിൾ, സെക്സ് ഓഫ് ദ ചൈൽഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫാദർ. കമൻറ്റ് ഓൺ ഇറ്റ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ഏരിയയാണ്. Pedigree analysis. You have to study the symbols and its meaning and how to analyze the traits and disease inheritance using pedigree chart. Symbols and meaning 1 മാർക്കിന് ചോദിക്കാറുണ്ട്. പെഡിഗ്രി തന്നിട്ട് അതിനോട് ബന്ധപ്പെടുത്തി ABC സബ് ക്വസ്റ്റ്യൻ ആയും ചോദ്യം പ്രതീക്ഷിക്കാം. 2 or 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഏരിയയാണ്. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. Then genetic disorders. Genetic disorders are of 2 types. Mendelian disorders and chromosomal disorders. Common Mendelian disorders are sickle cell anemia, phenylketonuria and hemophilia. ഇതിൽ പ്രധാനം സിക്കിൾ സെൽ അനീമിയ ആൻഡ് ഹീമോഫീലിയ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ഏരിയയാണ്. യു ഹാവ് ടു സ്റ്റഡി ദ കണ്ടീഷൻസ് ഓർ റീസൺ ഫോർ ഈച്ച് ഡിസീസ് ആൻഡ് ദെയർ ജനറ്റിക് ക്രോസ്. ഇതിനൊക്കെ ബന്ധപ്പെടുത്തിയാവും ചോദ്യം. ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയോ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ തന്നിട്ട് ABC സബ് ക്വസ്റ്റ്യൻ ആയോ ചോദ്യം ചോദിക്കാറുണ്ട്. ഗീവ് ദ റീസൺ എന്ന രീതിയിൽ ഡിസീസ് തന്നിട്ട് അതിൻ്റെ റീസൺ ചോദിക്കാം, അല്ലെങ്കിൽ റീസൺ തന്നിട്ട് ഡിസീസ് ഏതെന്ന് കണ്ടെത്താനും ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. സിക്കിൾ സെൽ അനീമിയയുടെ ബീറ്റ ചെയിൻ സ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനോട് ബന്ധപ്പെടുത്തി 2 മാർക്ക് ക്വസ്റ്റ്യൻ ഏരിയയിൽ എല്ലാ തവണയും ചോദ്യം കണ്ടുവരാറുണ്ട്. ഡിസീസ് സിക്കിൾ സെൽ അനീമിയയുടെ ബീറ്റ ചെയിൻ സ്ട്രക്ചർ, റീസൺ ഇവ വ്യക്തമായി പഠിക്കുക. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്ന രീതിയിലും ചോദ്യം പ്രതീക്ഷിക്കാം. ഫോർ എക്സാമ്പിൾ, ജനറ്റിക് ഡിസോർഡർ ഹീമോഫീലിയ ഈസ് മോർ പ്രിവലൻ്റ് ഇൻ
മെയിൽ ദാൻ ഫീമെയിൽസ്. വൈ? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായി കണ്ടുവരാറുണ്ട്. Chromosomal disorders. They are Down syndrome, Klinefelter syndrome and Turner syndrome. You have to study the chromosomal condition, chromosomal number and the symptoms of each disease. 2 mark question area ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയോ അല്ലെങ്കിൽ ഡിസീസ്, ക്രോമസോം നമ്പർ, സിംറ്റം എന്നിവ മാച്ച് ദ ഫോളോയിങ് ആയോ ചോദിക്കാം. അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ റിലേഷൻ കണ്ടെത്തി ഉത്തരം എഴുതുവാനോ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. Then next chapter, molecular basis of inheritance, structure of DNA. You have to study the salient features of double helix structure of DNA proposed by Watson and Crick and the terms and conditions related to it. For example, name of the bonds present in the DNA, nucleoside, nucleotide, backbone of DNA, etc. Direct question ആയോ അല്ലെങ്കിൽ റിലേഷൻ കണ്ടെത്തി ഉത്തരം എഴുതുക എന്ന രീതിയിലോ ചോദ്യം പ്രതീക്ഷിക്കാം. 1 or 2 മാർക്ക് ക്വസ്റ്റ്യൻ ഏരിയയാണ്. പാക്കിംഗ് ഓഫ് DNA helix. Study the terms and conditions related to packing of DNA helix and the nucleosome structure. For example, euchromatin, heterochromatin, histone protein, etc. ന്യൂക്ലിയോസോം സ്ട്രക്ചർ ഡയഗ്രാം ഉൾപ്പെടെ വ്യക്തമായി പഠിക്കുക. ഡയഗ്രാം തന്നിട്ട് ABC സബ് ക്വസ്റ്റ്യനായും ചോദ്യം പ്രതീക്ഷിക്കാം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ഏരിയ ആണ്. ദെൻ എക്സ്പെരിമെൻറ്റ്സ്. ഈ ചാപ്റ്ററിൽ 2 പ്രധാന എക്സ്പെരിമെൻറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്, ദ സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ, ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഓർ ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ ജനറ്റിക് മെറ്റീരിയൽ ഇസ് DNA ഓർ ഹാർഷെ ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ്. ഓരോ എക്സ്പെരിമെൻറ്റും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവ: യു ഹാവ് ടു സ്റ്റഡി ദ നെയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ്, നെയിം ഓഫ് ദ എക്സ്പെരിമെൻ്റൽ ഓർഗാനിസം, എക്സ്പെരിമെൻറ്റ് ഔട്ട്ലൈൻ ആൻഡ് ദ റിസൾട്ട്. ഇവയെല്ലാം ബന്ധപ്പെടുത്തിയാവും ചോദ്യം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ഏരിയ ആണ്. ഓരോ എക്സ്പെരിമെൻറ്റും വ്യക്തമായി പഠിച്ചു വയ്ക്കുക. DNA ആൻഡ് RNA. You have to study the difference between DNA and RNA. DNA is more stable than RNA and the reason for this. And the type of RNA, they are of 3 types: mRNA, rRNA and tRNA. Study their function too. tRNAയുടെ സ്ട്രക്ചർ ഉൾപ്പെടെ പഠിക്കേണ്ടതാണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ഏരിയ ആണ്. ABC സബ് ക്വസ്റ്റ്യൻ ആയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് കമൻറ്റ് ഓൺ ഇറ്റ് എന്ന രീതിയിലോ ചോദ്യം ചോദിക്കാറുണ്ട്. സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. DNA to DNA, that is replication. DNA to mRNA, transcription. mRNA to protein, that is translation. സെൻട്രൽ ഡോഗ്മ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. 1 or 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയി പ്രതീക്ഷിക്കാം. 3 പ്രോസസ്സാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്: റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. Replication of DNA. Replication of DNA means the formation of new DNA molecule from the pre-existing DNA molecule. You have to study the machinery and the enzymes and the process of DNA replication in detail. Process diagram ഉൾപ്പെടെ വ്യക്തമായി പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിനോട് ബന്ധപ്പെട്ട് ഓരോ ടേംസും കണ്ടീഷൻസും. ഫോർ എക്സാമ്പിൾ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, റെപ്ലിക്കേഷൻ ഫോർക്ക്, ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്, ലീഡിങ് ആൻഡ് ലാഗിങ് സ്ട്രാൻഡ് ഓരോന്നും വ്യക്തമായി പഠിക്കേണ്ടതാണ്. ഇതിനോടെല്ലാം ബന്ധപ്പെടുത്തിയാവും ചോദ്യം. 3 മാർക്ക് ക്വസ്റ്റ്യൻ ഏരിയ ആണ്. അല്ലെങ്കിൽ 2 മാർക്കിനും ചോദിക്കാം. എല്ലാ തവണയും ഇതിനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. ഡയഗ്രാം തന്നിട്ട് ABC സബ് ക്വസ്റ്റ്യൻ എന്ന രീതിയിലും ആകാം ചോദ്യങ്ങൾ. സ്റ്റഡി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീഡിങ് ആൻഡ് ലാഗിങ് സ്ട്രാൻഡ് 2. Transcription. Transcription means the process of copying genetic information from one strand of the DNA helix into mRNA. You have to study the transcription unit along with its schematic structure and the terms and conditions related to transcription. For example, exon and intron, etc. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് സ്ട്രക്ചർ തന്നിട്ട് അതിനോട് ബന്ധപ്പെടുത്തി ABC സബ് ക്വസ്റ്റ്യനായി ചോദ്യം ചോദിക്കാം. 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഏരിയയാണ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ലേബൽ ചെയ്യാനും പഠിക്കേണ്ടതാണ്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് സ്ട്രക്ചർ തന്നിട്ട് അതിൻ്റെ കോഡോൺസും തന്നിട്ടുണ്ടാകും. എന്നാൽ അതിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ഉണ്ടാകുന്ന RNAയുടെ സീക്വൻസ്
എന്താകും എന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് മീൻസ് കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് അൺനോൺ സ്ട്രാൻഡിൻ്റെ സീക്വൻസ് കണ്ടെത്താനും പഠിക്കേണ്ടതാണ്. ദാറ്റ് മീൻസ് ATGC nitrogenous bases are found in DNA and AUGC nitrogenous base are present in RNA. പ്രത്യേകം ശ്രദ്ധിക്കുക, RNAയിൽ തൈമിന് പകരം യുറാസിലാണ് ഉണ്ടാകുക. പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ഡയഗ്രം ഉൾപ്പെടെ പഠിക്കേണ്ടതാണ്. 2 or 3 മാർക്കിന് ചോദിക്കാറുണ്ട്. ഡയഗ്രം തന്നിട്ട് ABC സബ് ക്വസ്റ്റ്യനായും ഡയഗ്രം ലേബൽ ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ടേംസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദ്യം പ്രതീക്ഷിക്കാം. ഫോർ എക്സാമ്പിൾ സ്പ്ലൈസിംഗ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് എക്സെട്ര. ജനറ്റിക് കോഡ്. The information for the synthesis of protein exists as a particular sequence of nitrogenous base in the DNA or mRNA strand. This is called genetic code. You have to study the features of genetic code, initiator codon and termination codon. ഇത് രണ്ടും എടുത്തു ചോദിക്കാറുണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ഏരിയ ആണ്. Then translation. The process of formation of protein from mRNA is called translation. Operon concept. You have to familiarize the terms and conditions related to operon concept and working of lacoperon in detail with diagram. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ഏരിയ ആണ്. Human Genome Project HGP. Study the expansion of HGP, BAC and YAC. HGP Human Genome Project, BAC Bacterial Artificial Chromosome, YAC Yeast Artificial Chromosome. Then DNA Fingerprinting. Study the major steps of DNA fingerprinting and its applications. Direct question ആയോ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയോ ചോദ്യം പ്രതീക്ഷിക്കാം. മേജർ സ്റ്റെപ്സ് ഓഫ് DNA ഫിംഗർപ്രിൻറ്റിങ്ങിൻ്റെ ഫ്ലോ ചാർട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനോ പ്രതീക്ഷിക്കാം. ഒരു ആപ്ലിക്കേഷൻ സിറ്റുവേഷൻ തന്നിട്ട് ABC സബ് ക്വസ്റ്റ്യൻ ആയും അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഡയഗ്രാം തന്നിട്ട് അതുമായി ബന്ധപ്പെടുത്തിയും ചോദ്യം പ്രതീക്ഷിക്കാം. DNA സ്ട്രക്ചർ, റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ഓപ്പറോൺ കോൺസെപ്റ്റ് ആൻഡ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഇതെല്ലാം ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. തീർച്ചയായും ചോദ്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ചോദിക്കാം. 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഏരിയയിലോ ഇവ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. തീർച്ചയായും ഇത്തവണയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതോടെ +2 സുവോളജി ജനറ്റിക്സ് എന്ന യൂണിറ്റിലെ 2 ചാപ്റ്റേഴ്സും പൂർണ്ണമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള ചാപ്റ്റർ ഡിസ്കഷനുമായി വേദാന്തയുടെ അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു. Please subscribe and share channel for more updates.